ഹായ്, നമ്മൾ തൊഴിൽ വാർത്തയിലെ കുറച്ച് കറണ്ട് അഫെയർ കൂടി നോക്കുവാണ്. ഈ ആഴ്ചത്തെ 2025 ഒക്ടോബർ 25 തൊഴിൽ വാർത്തയിലെ ഡീറ്റെയിൽസ് ആണ്. അതിൽ കറണ്ട് അഫെയർ ആണ് ഞാൻ കൂടുതൽ നോക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ചരക്ക് സേവന നികുതിയിൽ നിലവിലുണ്ടായിരുന്ന ഏത് സ്ലാബുകളാണ് ഒഴിവാക്കപ്പെട്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് GST കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 സ്ലാബ് ഇപ്പോൾ ഇല്ല, 12 28 സ്ലാബുകളില്ല. ഇപ്പോൾ ഭൂരിഭാഗം സ്ലാബ് സാധനങ്ങളുടെയും GST എത്രയിലേക്ക് മാറ്റി? 5, 18 എന്നതിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതാണ് ഭൂരിപക്ഷ സാധനങ്ങളെയും സേവനങ്ങളെയും 5, 18 സ്ലാബുകളിലേക്ക് മാറ്റി. ആദ്യം ഉണ്ടായിരുന്ന 5, 12, 18, 28 എന്നിങ്ങനെ 4 സ്ലാബുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2 സ്ലാബുകൾ പോയി. ഇപ്പോൾ നിലവിൽ രണ്ട് സ്ലാബുകളെ ഇപ്പോൾ ഉള്ളൂ. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5ഉം 18ഉം. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച നികുതി പരിഷ്കാരത്തിന് GST കൗൺസിൽ യോഗം അംഗീകാരം നൽകുകയായിരുന്നു. പുതിയ നിരക്ക് നിലവിൽ വന്നത് സെപ്റ്റംബർ 22 മുതലാണ് കേട്ടോ. അപ്പോൾ അത് ചിലപ്പോൾ ചോദ്യമായിട്ട് വരാം. ഏതാണ്? സെപ്റ്റംബർ 22 മുതലാണ് പുതിയ GST സ്ലാബ് നിലവിൽ വരുന്നത്. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ എത്രാമത്തെ വാർഷിക ഉച്ചകോടിയാണ് ചൈനയിലെ ടിയാൻജിനിൽ അടുത്തിടെ നടന്നത്? 25. 2025 മാഗ്സസെ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി. പിന്നാക്ക ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയാണിത്. ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സംഘടനയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ചോദ്യമായിട്ട് വരും. 2025 മാഗ്സസെ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സംഘടന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി. 2007 സഫീന ഹുസൈൻ രാജസ്ഥാനിൽ ആരംഭിച്ച ഈ സംഘടനയുടെ 20 ലക്ഷത്തോളം പെൺകുട്ടികൾക്ക് ഇതിനകം വിദ്യാഭ്യാസം നൽകിയിട്ടുണ്ട്. ആരാണ്? സഫീന ഹുസൈൻ ആണ് ഈ എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപക. സഫീന ഹുസൈൻ. ഓഗസ്റ്റ് 30 ഏഷ്യൻ നോബൽ എന്നറിയപ്പെടുന്ന 67ാമത് മാഗ്സസെ പുരസ്കാരം. എത്രാമതാണ്? 67ാമത്. ഇതൊക്കെ ശ്രദ്ധിക്കണേ. 67ാമതാണ്. ഇത് സഫീന ഹുസൈൻ 2007 രാജസ്ഥാനിൽ എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി എന്ന സംഘടന സ്ഥാപിച്ചത്.